ഭരണമുറപ്പിക്കുകയാണ് കോഴിക്കോട് LDF. ആഹ്ലാദ പ്രകടനം തുടങ്ങിയോ? നേരത്തെ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളായി കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളായൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ജില്ലയിൽ ഏതായാലും കോർപ്പറേഷനിൽ LDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതെന്ന് പറയുന്നത് നിലവിലെ ഫലങ്ങൾ വരുമ്പോൾ അത് 30 ഡിവിഷനുകളിൽ LDF വിജയിച്ചിട്ടുണ്ട്. നിലവിലെ ഫലങ്ങൾ പ്രകാരം ഇനിയും 4 ഡിവിഷനുകളിലെ കൂടി ഫലങ്ങൾ വരാനുണ്ട്. ഏതായാലും ഇതുവരെയുള്ള ഫലങ്ങൾ അനുസരിച്ച് 25ഇടത്താണ് UDFന് ലീഡുള്ളത്. 25ഇടത്ത് ഡിവിഷനുകളിൽ UDF വിജയിച്ചിരിക്കുന്നു. 30ഇടത്ത് LDF വിജയിച്ചിരിക്കുന്നു. NDAക്കാണ് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. NDA 14 ഡിവിഷനുകളിൽ NDA വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഏറ്റവും നേട്ടമുണ്ടാക്കിയതും NDA തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ ടൈമിൽ അത് 7 സീറ്റുകൾ മാത്രമായിരുന്നു കോർപ്പറേഷനിൽ NDAക്ക് പിടിക്കാനായത്. ഇത്തവണ അവർ ഇരട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 14 സീറ്റുകളാക്കിയിരിക്കുന്നു. ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും അതോടൊപ്പം കോർപ്പറേഷനിലും വലിയ വിജയം ഉണ്ടാക്കുമെന്നുള്ള LDFന്റെ ആത്മവിശ്വാസത്തിനേറ്റ പ്രഹരം തന്നെയാണിത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മാത്രം 50 സീറ്റ് നേടാൻ LDFനായിരുന്നു. ഇത്തവണ അത് 30ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഏതായാലും 4 ഡിവിഷനിലെ കൂടി ഫലങ്ങൾ വരാനുണ്ട്. അതിൽ ഒരിടത്ത് NDA ആണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി 3ഇടത്ത് മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. ഏതായാലും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ പഞ്ചായത്തിലും LDFന് ലീഡ് കുറവാണ്. UDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലായാലും അവിടെ ഒരു ഒപ്പത്തിനൊപ്പമുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഏതായാലും വലിയൊരു ചിത്രം വ്യക്തമാണ് അഭിലാഷ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് പരിപൂർണമായി മാറി ചിന്തിക്കുകയാണ്. അപ്രതീക്ഷിതം ഒരു LDF കേന്ദ്രവും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റിസൾട്ടാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. അതേസമയം കോഴിക്കോട് നഗരസഭ നിലനിർത്താനായി എന്ന ആശ്വാസം LDFനുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും UDFനാണ് മേധാവിത്വം എന്നത് കാണണം. UDF ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 626 വിജയിക്കുമ്പോൾ LDF 523 ഉള്ളൂ. ബ്ലോക്ക് പഞ്ചായത്തിൽ 89 UDF, 83 ഉള്ളൂ LDF. മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 125 വാർഡുകളിൽ UDF വിജയിക്കുമ്പോൾ 105 കോഴിക്കോട്ടെ മുനിസിപ്പൽ വാർഡുകളിൽ LDF വിജയിച്ചിട്ടുള്ളൂ. അത് വളരെ 5 സീറ്റിന്റെ വ്യത്യാസത്തിൽ അധികാരത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. പല പഞ്ചായത്തുകളും ആയഞ്ചേരി, അഴിയൂർ, ബാലുശ്ശേരി, ചക്കിട്ടപ്പാറ, ചങ്കരോത്ത്, ചാത്തമംഗലം ദീർഘകാലമായി UDF പിടിക്കുകയാണ് എന്നുള്ള സാഹചര്യമുണ്ട്. കാക്കൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ, കട്ടിപ്പാറ അടക്കമുള്ള പഞ്ചായത്തുകൾ. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് എടുത്താൽ പോലും ഒരു UDF കോഴിക്കോട് ഒരു വലിയ പെർഫോമൻസ് കുറേ നാളുകൾക്ക് ശേഷം കാഴ്ചവെച്ചു എന്നുള്ളത് കാണാവുന്നതാണ്. അതിൽ പല ഘടകങ്ങളുണ്ട്. അത് LDFനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ പരിശോധന നടത്തേണ്ട ഘടകങ്ങളാണ്. എന്തുകൊണ്ട് LDFനൊപ്പം ഇത്രയും കാലം നിന്ന ജനവിഭാഗങ്ങൾ നിന്നില്ല എന്ന ആത്മപരിശോധന നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കോഴിക്കോട് ഒരു ടെസ്റ്റ് കേസായിട്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് UDF വരുന്നു എന്നതാണ് UDFനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം. 15-12 ഇനി വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തോന്നുന്നു. 15 ജില്ലാ ഡിവിഷനുകളിൽ UDF ലീഡ് ചെയ്യുന്നു. 12 LDF ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. നാദാപുരത്ത് UDF ലീഡ് ചെയ്യുകയാണ്. മേപ്പയൂരിൽ UDF ലീഡ് ചെയ്യുകയാണ്. വിജയിച്ചു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു. ഉള്ളിയേരിയയിൽ UDF ലീഡ് ചെയ്യുകയാണ്. പേരാമ്പ്ര, പെരുമണ്ണ, പെരുവയൽ, പുറമേരി, പുതുപ്പാടി LDFന് നല്ല വേരോട്ടമുള്ള പലയിടത്തും UDF ഇത്തവണ കോഴിക്കോട് ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് എന്തുകൊണ്ട് രാഷ്ട്രീയ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് CPM പഠിക്കുമ്പോൾ കോഴിക്കോട് ഒരു ടെസ്റ്റ് കേസായിട്ട് എടുത്ത് പഠിക്കാവുന്നതാണ്.